ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. നമ്മൾ സുമതി വളവിൽ പോയ ടൈമിൽ അച്ഛൻ വരുന്നില്ല എന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന് കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാനില്ല, നിങ്ങൾ പൊക്കോ എന്നുള്ളൊരു കാര്യം അച്ഛൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ അടിയിൽ ഒത്തിരി പേര് ചോദിച്ചൊരു കാര്യമാണ്, എന്താണ് അച്ഛൻ്റെ ഒരു അനുഭവം. അപ്പോൾ ഇന്ന് അച്ഛൻ്റെ ആ ഒരു പ്രേത കഥ പറയാനായിട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. അച്ഛൻ എത്ര കഥയുണ്ട്? ഒരു കഥയുള്ളത് ഒത്തിരി കഥയുണ്ട്. അതില് ഒരു കഥയൊക്കെ എനിക്കറിയാം, 1-2 കഥയൊക്കെ എനിക്കറിയാം. അത് മുമ്പ് പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ആൾക്കാർക്ക് ഒരു ഹരത്തിന് വേണ്ടിട്ട് ഇങ്ങനെ ഇട്ടത് പറഞ്ഞിട്ടോ ഇല്ല, ഞാൻ നടന്ന കാര്യങ്ങൾ പറയൂ. മറ്റേ കാറ്റടിച്ചു പറന്നുപോയി, അങ്ങനെ കാറ്റടിച്ച് പറക്കൊന്നും ഉള്ളത് പോലെ പറയും. പിന്നെ ഇതില് വിശ്വസിക്കുന്നവര് വിശ്വസിക്കുക, ഇല്ലെങ്കിൽ വേണ്ട, അല്ലേ? എന്റെ അനുഭവങ്ങൾ കുറെയൊക്കെ കൊച്ചുനാളിലെ ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഉണ്ട്. അപ്പൊ അതിനകത്ത് നിന്ന് എന്റെ ബന്ധുമിത്രാദികൾ എല്ലാവരും ഉള്ളത്, എന്റെ ചേട്ടന്മാരായാലും എല്ലാവരും ഉള്ളപ്പോഴുള്ള കഥയാണ്. അവർക്കും ഇത് അനുഭവമാണ്. ഞാൻ ഇട്ട് പറയാനൊന്നും പറ്റത്തില്ലത്. അത് അവര് കേൾക്കൂല ഇത്. അത് ശരിയാ. കാണുന്ന നിങ്ങൾ ആ ഒരു രീതിയിൽ എടുത്താൽ മതി. ഇതൊരു ജസ്റ്റ് ഒരു കഥ എന്നുള്ള രീതി മാത്രം എടുത്താൽ മതി. ഇത് കാര്യമായിട്ട് അങ്ങനെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് ഒരു ഇൻസിഡന്റ് ഒരെണ്ണം എനിക്കുണ്ട്. അത് ഞാൻ അച്ഛൻ പറഞ്ഞതിന് ശേഷം ഞാൻ പറയാം. അത് ഒരു ഇതാണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എനിക്ക് പേടിയായ ഒരു സംഭവമാണ് അത്. ഞാൻ കണ്ടോന്നുമല്ല, എനിക്ക് തോന്നിയൊരു സംഭവം. അത് ഞാൻ ലാസ്റ്റ് പറയാം. എല്ലാവർക്കും ഉള്ള കഥകൾ വേണമെങ്കിൽ പറയാം, എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ പറയാം. അല്ല ഗോസ്റ്റ് മാത്രം ആവണമെന്നില്ല. എന്തെങ്കിലും നമ്മളെ ഏറ്റവും പേടിച്ച എന്തെങ്കിലും കാര്യമോ, അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടു പെട്ടെന്ന് പേടിച്ചതോ, അങ്ങനത്തെ കാര്യവും പറയാൻ വേണേ. നീണ്ട സ്റ്റോറി. അതെ. അപ്പൊ നമ്മൾ എന്തായാലും ഇതേണ്ട ഓജോ ബോർഡ് എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ചിലപ്പോ അച്ഛൻ പറഞ്ഞോണ്ടിരിക്കും വന്നത് അനങ്ങിയാലും കളിക്ക് ഇതും കളിക്കാം വെറുതെ. അപ്പൊ അച്ഛൻ സ്റ്റാർട്ട് ചെയ്യട്ടോ, പറ. ഞാൻ അല്ല അത് ചുമ്മാ ഞാൻ പറയാൻ പോകുന്ന എൻ്റെ കൊച്ചുനാളിലെ അനുഭവമാണ്. എത്ര വയസ്സുണ്ട് അന്ന്? ഞാൻ 6-7 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ടൈമിൽ എനിക്കൊരു കുഞ്ഞമ്മ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ അനിയത്തിയാണ്. അവര് ഒരു ഗർഭിണിയായിരുന്നു. കുഞ്ഞ് വയറ്റിൽ കിടന്നാണ് അവർ മരിക്കുന്നത്. പേരും കൂടെ പറഞ്ഞു. അവരെ പേരും സുമതി. അതാണ് സംഭവം. അവരെ പേരും സുമതി എന്നാ. നമ്മള് സുമതി വളവിൽ പോയി. അവര് ഗർഭിണിയായിരുന്നു. സുമതി വളവിലെ സുമതി ഗർഭിണിയായിരുന്നു. ഇതും ഗർഭിണിയാണ്. ഇതിപ്പോ പ്രശ്നം ഈ ഗർഭിണിയായി ഉള്ളിൽ കൊച്ചുമായിട്ടാണ് മരിക്കുന്നത്. നമ്മുടെ തലമുറക്കാരൊക്കെ പറയുന്നതെന്ന് പറയാം, നമ്മുടെ അച്ഛനായാലും അമ്മയായാലും മാമന്മാരൊക്കെ പറയുന്നത് പറയാം, ഇത് വയറ്റിൽ കിടന്ന് കൊച്ചു മരിച്ചുകൊണ്ട് അവരെ ഈ ആഗ്രഹങ്ങൾ സഫലമാവാണ് അവരെ ആത്മാവ് പോയത്. കുഞ്ഞിനെ കാണാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ബാക്കിയുള്ളവരായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഇതൊക്കെ വന്നാണ് അവർ മരണപ്പെട്ടത്. ഭർത്താവൊന്നും ഉണ്ടായിരുന്നു. അവരിപ്പം പിന്നെ ഞാൻ ബാക്കി എനിക്കുള്ള അനുഭവങ്ങൾ ബന്ധുക്കൾക്ക് പറ്റിയതാണ് ഞാൻ ഈ കഥ പറയുന്നത്. അപ്പൊ ഞാൻ അവരെ പേരെടുത്തോ അല്ലെങ്കിൽ വേറെ പേരെടുത്തൊന്നും പറയുന്നില്ല. അപ്പൊ നമ്മുടെ കുടുംബ വീട്ടിലാണ് അത്. ഇപ്പം ഞാനത് രസമെന്ന് പറഞ്ഞാൽ അവരെ അടക്കി വയ്ക്കുന്ന മണ്ടേ കൂടെയാണ് റോഡ് പോയേക്കുന്നത്. അതായത് നമ്മളെ റോഡ് വെട്ടിക്കുന്നില്ലേ അന്ന്? ആ റോഡില് അന്നത്തെ കാലത്ത് അവിടെ റോഡൊന്നും ഇല്ല. അന്നൊരു ഇടവഴി മാത്രമേ ഉള്ളൂ. ഈ വഴിയെ കൂടെയാണ് എല്ലാവരും പോകുന്നത്. ഇപ്പൊ അവിടെ റോഡായപ്പം എവരെ തെഞ്ചാമ്പുടി കൂടെ പോയേക്കുന്നത്. അതായത് ഈ ആ വസ്തു കൊടുത്തു റോഡിന് വേണ്ടിട്ട് കൊടുത്തപ്പോഴത്തേന് അവരെ അടക്കിയേക്കുന്ന സ്ഥലത്തൂടെയാണ് ഇപ്പൊ ആ റോഡ് പോയേക്കുന്നത്. പണ്ട് സന്ധ്യ കഴിഞ്ഞാൽ ആരും അല്ലവിടെ പോകത്തില്ലായിരുന്നു. ഏറ്റവും കൂടുതൽ ഇത് ഉണ്ടായിട്ടുള്ള ഗർഭിണി പെണ്ണുങ്ങൾക്ക്. ഗർഭിണിയായ ഏതൊരു പെണ്ണും ആ പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്റെ ദേഹത്ത് കൂടിയിട്ടില്ല. എവിടെ ദേഹത്ത് കൂടിയിട്ടില്ല. ബാക്കി എല്ലാവരും ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല, സകലവാല പെണ്ണുങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്നെ കൊച്ചുനാളെ അവരെ എടുത്തുള്ള കിടക്കുമെന്ന് അമ്മ എനിക്ക് അവരെ മുഖം എനിക്ക് അങ്ങനത്തെ ഓർമ്മയില്ല. ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എത്ര വയസ്സ് വരും? ഒരു അച്ചാമ്മയെ കെട്ടിയിട്ടുണ്ട്. ഇളയതാ. അപ്പൊ എങ്ങനെ ഒരു 50 വയസ്സ്? 50 50ഒന്നുമല്ല, 60 വയസ്സ് പ്രായം കുറവായിരുന്നു അവർക്ക്. നല്ല മുടിയൊക്കെ ആയിരുന്നെന്നാണ് പറഞ്ഞു. അമ്മ പറഞ്ഞു ഭയങ്കര മുടിയായിരുന്നെന്നും അങ്ങനെയൊക്കെ. എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു, എടുത്തു നടക്കുമെന്നൊക്കെ പറയും. എന്റെ കൊച്ചു വരും, രാത്രി കിടക്കുമ്പോൾ എടുത്തോണ്ട് പഴയ ഓർമ്മയിൽ ഒരുപാട് കഥ വലിച്ചു നീട്ടുന്നില്ല, പെട്ടെന്ന് എനിക്ക് പറയാൻ. അപ്പോഴേ ഞങ്ങളുടെ ഒരു റിലേറ്റീവ് എന്റെ ദേഹത്ത് ഇത് എങ്ങനെയാന്ന് പറഞ്ഞാൽ അത് ഗർഭിണിയായിരുന്ന സമയത്ത്. അപ്പൊ അത് കൂടുന്നത് എങ്ങനെയാന്ന് പറയുമ്പോ നമ്മളിപ്പം
ഇപ്പം നിന്റെ സ്വഭാവം എനിക്ക് നേരിട്ട് അറിയാം. നീ എന്താ കാണിക്കുന്നതെന്നും ഇപ്പം നീ രാവിലെ എണീച്ചാൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് എന്ത് ചെയ്യും, അല്ലെങ്കിൽ വൈകുന്നേരത്ത് എന്ത് ചെയ്യും. പെട്ടെന്ന് ഇവര് ഒരു റിലേറ്റീവും ഇല്ലാത്ത രീതിയിൽ സംസാരിക്കും, അല്ലെങ്കിൽ പെരുമാറും. ഈ സംസാര രീതികളും മറ്റു കാര്യങ്ങളും എല്ലാം മാറും. എല്ലാവർക്കും വശപ്പശകായിട്ട് തോന്നി. കാര്യം ഇതിനാണ് ഗർഭിണി പെണ്ണുങ്ങൾ രാത്രി കാലങ്ങളിൽ വെളിയിൽ ഇറങ്ങി പോകല്. അപ്പോൾ അവർ പോകുമ്പോൾ ഒരു ഇരുമ്പ് എന്തെങ്കിലും പിച്ചാത്തി എന്തെങ്കിലും എടുത്തിട്ട് ഇറങ്ങി പോകാം. വയ്യായിക വരാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ സമയത്ത് ഈ പീരിയഡ്സ് ആയിരിക്കുന്ന ടൈമിലൊക്കെ. അപ്പോൾ ഇതുവരെ ദേഹത്ത് ഉണ്ടെന്നുള്ള കാര്യം വ്യക്തമായി. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ അന്ന് കൊച്ചുനാളാണ്, ഞാനൊരു 6-7 ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മളെ ചേട്ടന്മാരെല്ലാം ഞങ്ങൾ നല്ല കുടുംബമില്ല നമ്മളിവിടെ, ഒരുപാട് അംഗങ്ങളുള്ളതാണ് എല്ലാവരും കൂടെ. അതുപോലെ ഇവർക്ക് ഏറ്റവും കൂടുതൽ ടെൻഡൻസി എന്ന് പറയുന്നത് കിണറ്റി ചാടണം. അങ്ങനെ മനസ്സിലായി. ഓടിപ്പോവുക, കിണറിൽ എടുത്ത് ചാടണം. ഈ നമ്മൾ ഈ സിനിമയിലൊക്കെ പലതും കാണിക്കുന്ന ചിലയൊക്കെ റിലേറ്റീവായിട്ടുള്ള സംഭവങ്ങളാണത്. ഇവർക്ക് ബോഡി പോയി ചാടണമെന്ന് തോന്നും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നോ ഇങ്ങനെ തോന്നിക്കും. ആരെയും വന്ന കൊച്ചുങ്ങളെയൊക്കെ അടിച്ചങ്ങെടുത്ത് കളയും. ഇതൊക്കെയാണ് അവരെ രീതികൾ. അങ്ങനെ അവരെ കൊണ്ടുപോയി പൂട്ടിയിട്ടു. പക്ഷെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്കാണെങ്കിൽ കൊച്ചുനാൾ പോലെ ഇത് പേടിയാണ്. ഈ കഥകൾ കേട്ടും ഇത് പറഞ്ഞും നമുക്ക് പേടിയാണ്. നോക്കിയപ്പോൾ താക്കോല് ഇതിനകത്ത് നമ്മളെ ഈ ലോക്കിനകത്ത് ഇങ്ങനെ ഇട്ടേക്കുക. ഈ താക്കോല് ഇമ്മാടുന്ന വട്ടം കറങ്ങും. എങ്ങനെയാണ് ഒരു ലോക്കില്ലേ? ഏതാ ഈ താക്കോൽ ഇങ്ങനെ എടുത്തൊരു ലോക്കാണ്. താക്കോല് ഇത് വെറുതെ കിടന്ന് ഇങ്ങനെ കറങ്ങുക. അതെത്ര ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ ഞാനിത് പറയും. പക്ഷെ എനിക്ക് അമ്മ ഇത് പണ്ടോട്ട് ഇത് കേൾക്കുന്നത് അവർക്ക് കുടുംബത്തെ എല്ലാരും പറഞ്ഞു എനിക്കറിയാം. ഇതിങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ കളയാം. ഓക്കെ, ഞാൻ ചിരിക്കുന്നില്ല, ഇത് സീരിയസാ. ഇതിനെ ഒഴിപ്പിക്കാനായിട്ട് ഒരാളിനെ കൊണ്ടുവന്നു. വൈദ്യര് അല്ല, വൈദ്യരല്ല, മന്ത്രവാദി പലതും പറയാം. പൂജാരി ആളുണ്ട്, ഹാജര് എന്തെങ്കിലും ആവട്ടെ, മുസ്ലിയാരെന്നല്ല, തിരുമേനി, അങ്ങനെ ആരായിക്കോട്ടെ, ഒരാളിനെ കൊണ്ടുവന്ന് ഇതണക്ക് ഇവരെ കൊണ്ടുവന്ന് നമ്മൾ സിനിമയിലെ കാണുമ്പോൾ കളത്തിരിക്കുന്നത് കണ്ടിട്ടില്ല. ഇതണക്കെ കളത്തിരിക്കും. ഇവര് മുടി വാരി ഇടുന്ന ഇങ്ങനെ ആക്കും. ഈ ഗർഭിണിയായിരിക്കുമ്പോഴാണ് ഈ മുടി വാരി ഇട്ട് ഇങ്ങനെ ആക്കും, ഇങ്ങനെ കറക്കും. ഇതൊക്കെ കഴിഞ്ഞ് ഇവരെ മറ്റേ പൊടി ഇടൂലേ, പൊടിയൊക്കെ അതൊക്കെ ഉണ്ടോയെന്ന് അറിയത്തില്ല. അതൊന്നും അങ്ങനെ ഇത് ഇവർ മന്ത്രമൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഇവരെ ദേഹത്ത് ഇതിന്ന് ഇറങ്ങി വരുമ്പോൾ അറിയാം നമുക്ക്. എങ്ങനെ ഇവരെ ശരീരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവരങ്ങ് തറ വീഴും. പക്ഷെ എട്ടെന്ന് പറഞ്ഞാൽ ഇത്തണക്ക് ഒരു പിടി കടു, അതായത് ഈ കടുകൊണ്ട് ഇടും. അതണക്ക് ഈ കാഞ്ഞരത്തിനകത്ത് ആണി അടിച്ച് ഇടും. എന്നിട്ട് ഇവരെ ആവാഹിച്ച് ഒരു കുടത്തിനകത്ത് ഈ കുടവും കൊണ്ട് ഒഴുക്കുള്ള ആറ്റിൽ കൊണ്ട് കളയണം. അത് നമ്മൾ പോയത് ഈ ഇത്തിക്കരാറ്റില്ല. ഞങ്ങൾ 4 പേര് ചേട്ടന്മാരും അനിയന്മാരിലൂടെ ഞാനാ ഏറ്റവും ഉള്ളത്. ഇവരെ കുടത്തിനകത്താണ് ഇവരെ ആവാഹിച്ച് ഇറക്കിയേക്കുന്നത്. കുടുങ്ങി. ഓഹോ കേട്ടാ, എനിക്കാണെങ്കിൽ ഞാൻ ഇങ്ങേറ്റവും നിൽക്കൂല, ഫ്രണ്ടിലും പോകില്ല, ഏറ്റവും ബാക്കിലും നിൽക്കൂല, ഫ്രണ്ടിലും നിൽക്കൂല. നിങ്ങൾ വരി വരിക്കാണോ? ആ വരിക്ക ഇടവഴി ഈ വരമ്പല്ലേ, നടവരമ്പ, നിരന്ന് പോകൂലല്ലോ. മുമ്പും പറക്കല്ലേ പോകും. എനിക്കാണ് ഏറ്റവും കൂടുതൽ പേടി എനിക്കാ. പിന്നെ എന്തിനാ പോണത്? അവിടെ അങ്ങനെ നോക്കൂല. ഇത് കൊണ്ടുപോയി പോണ്ടേ? 4 പേര് പോണം. നമ്മള് 3 പേര് പൊക്കൂടല്ലോ മൂഞ്ച്. അത് 2 പേർക്ക് പോകാൻ പേടിയോ? അങ്ങനെ. അപ്പൊ 4 പേര് പോയി. 4 പേര് പോയി. പക്ഷെ അങ്ങ് എത്താറായപ്പോ ഈ കുടത്തിന്ന് വിളിച്ച് സത്യം എന്നെ ഒഴുക്കല്ലേ മക്കളെ ഇവിടെ കളഞ്ഞിട്ട് നിങ്ങൾ പോകാൻ പറഞ്ഞു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ സത്യം ഞാൻ ഉള്ളാരും പറഞ്ഞേ. ഇത് കൊണ്ടുപോയ മൂത്തച്ഛന്മാരെല്ലാരും ഉണ്ട് ഇപ്പൊ. അവരെല്ലാരും കേട്ടോ? ഉറപ്പ്. ഇത് ഞാൻ പോയി ചോദിച്ചു ധൈര്യമായിട്ട് ചോദിച്ചോ? അവരെല്ലാരും കേട്ടോ? എല്ലാരും കേട്ട്.
നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ പോയി ചോദിക്കാം അവരെടുത്ത്. ഞാൻ ചളി അടിക്കും. അതെ, ഇതിപ്പോ നിങ്ങളുടെ അവരെ സൗണ്ടിൽ അവര് ലേഡി സൗണ്ടിൽ വേറെ ആരെങ്കിലും പറ്റിച്ചതാണെങ്കിലോ, മുമ്പേ പറയിക്കുന്ന വേറെ ആരെങ്കിലും അന്ന് ഇതാണൊക്കെ റെക്കോർഡിങ് വല്ലതും ഉണ്ടോ? ടേപ്പ് അങ്ങനെ ഇങ്ങനെ സംസാരിച്ചത്, മോനെ എന്നെ കൊണ്ട് കളയല്ലേ മോനെ, എന്നെ തിരിച്ചുകൊണ്ടുപോകുന്ന പറഞ്ഞ ഇങ്ങനെ ഒരു സൗണ്ട് കുടം എന്റെ ഒരു ചേട്ടന്റെ കയ്യിലായിരുന്നു. അച്ഛന്റെ ഒന്നുമില്ല. എനിക്ക് പേടി, ആരും തൊടത്തില്ലേ. അങ്ങനെ ചില അതിന് സാധ്യതയുണ്ട്. കാരണം അങ്ങനെ ഇരിക്കുന്ന ഒരാൾ ഇത്രയും പ്രഷർ നമ്മള് ചിലപ്പോ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കാം. പക്ഷെ അച്ഛൻ കേട്ടത് അച്ഛൻ സത്യസന്ധമായിട്ട് അച്ഛൻ പറയുന്നു. ഞാൻ ഉള്ള കാര്യം പറയുന്നില്ല, കള്ളമായിട്ടൊന്നും പറയാനില്ല. അത് അങ്ങനെ ആവാൻ സാധ്യതയില്ലേ? എങ്ങനെ വെളിയുന്ന ഒരാള്, അതായത് നിങ്ങൾ 4 പേരുണ്ടായിരുന്നല്ലോ, അപ്പൊ ആരെങ്കിലും ഒരാള് പറയാം. അതൊരു കാര്യം ഞാൻ പറഞ്ഞില്ല, ഈ രാത്രിയിലാ പോകുന്നത്, പകലല്ല. ഈ സംഭവം എല്ലാം നടക്കുന്നത് രാത്രിയിലാണ്. ഒരു 12 മണി ടൈമാ ഇത് കൊണ്ടുകൊടുക്കാൻ. ഇത് രാത്രി 12 മണിക്കാണ്. രാത്രിയിലാണെങ്കിലും ഈ പോകുന്ന വഴിയില്ലേ, ഈ പോകുന്ന വഴിക്ക് ഒരു ആൾക്കാരും ഇല്ലാത്ത സ്ഥലം. അതല്ല ഞാൻ പറഞ്ഞ, നിങ്ങൾ 4 പേരിൽ ആരെങ്കിലും ചുമ്മാ ഒരു പറ്റിക്കാൻ വേണ്ടിട്ട് ഒരു, ഞാനാണെങ്കിൽ ഞാൻ പറയും, ഞാൻ ഇപ്പൊ 4 പേര് അങ്ങനെ പറഞ്ഞ അവർക്ക് പേടിയാ. പക്ഷെ അങ്ങനെ പറയത്തില്ല എല്ലാരും. ഞാൻ പറഞ്ഞുതരാം. അല്ല, അച്ഛൻ ഇതിനു മുമ്പ് അവരെ സൗണ്ട് കേട്ടിട്ടില്ലല്ലോ, അച്ഛനെ ഓർമ്മയില്ലല്ലോ. ഈ അവര് സംസാരിച്ച രീതിയില്ലേ, ആരാ അവര് ദേഹത്ത് ഈ ഒഴിപ്പിക്കുന്ന ടൈമില്ലായിരുന്നു, അപ്പോഴവര് സംസാരിച്ച എനിക്കറിയാം. മനസ്സിലായില്ലേ? ശരി, ഇനി കണ്ടിന്യൂ ചെയ്തോ ബാക്കി. ഇത് കഴിഞ്ഞ് കൊണ്ടൊഴുകി. എനിക്ക് പിറ്റേന്ന് നല്ല പനിയായി, പേടിച്ച് തിരിച്ചു വന്ന ഞങ്ങൾ ഓടിയൊക്കെ വന്നത്. കാര്യം നമ്മുടെ അടുത്ത് ഇവിടുന്ന് പറഞ്ഞു വിട്ടേക്കെന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ഒഴിക്കായിരുന്ന ഒരു അത് പറയാൻ ഒക്കില്ല. പൊട്ടുന്നതല്ല, നമ്മൾ ഒഴുക്കി അപ്പോഴേ വലിഞ്ഞു വിടുന്നു. ഓടിയെന്ന് പറഞ്ഞിട്ട് കാര്യം ഞങ്ങളുടെ അടുത്ത് ഇവിടുന്ന് കുടത്തിനകത്ത് എന്ത് വരുന്നു, അത് എന്തിനാ ഇതിനകത്ത് പൂവും തകിട എന്തെങ്കിലുമോ കാണുമായിരിക്കും. നമുക്ക് അത്ര ഇതായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കിയിരിക്കുകയല്ല. ഇത് കഴിഞ്ഞ് ഇത് ഒഴുക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് പറഞ്ഞു വിട്ടേന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ പാടില്ല, നമ്മൾ തമ്മിൽ സംസാരിക്കരുത്, മിണ്ടരുത്, ഇതിങ്ങനെ പറഞ്ഞു വിട്ടേക്കുന്നത്. അതിൽ നിന്നും പല കാര്യങ്ങളും സംസാരിക്കാൻ ഉണ്ടാവും. ഇതൊന്നും നിങ്ങൾ വക വയ്ക്കരുത്. ചിലപ്പോ അങ്ങനെ അല്ല, അങ്ങനെയല്ല, എന്നെ പേടിപ്പിക്കുമായിരുന്നില്ലേ. എനിക്ക് ഭയങ്കര പേടിയാന്ന് എല്ലാവർക്കും അറിയാം. കാര്യം അങ്ങനെ പേടിയാ. ഞാൻ ഒരു നിസ്സാര ഒരു മുയലിനെ എടുത്തില്ല കൂടുതൽ പേടിയായിരുന്നു. അത് പിന്നെ നീ എന്തിനാ കൊണ്ടുവച്ചതെന്ന് അറിയാം. ഇത് വേറെ. പിന്നെ അതിനുശേഷം ഇവരെ ഈ അടക്കിയ സ്ഥലത്ത് നിന്നൊക്കെ ഇളവി പോയി. പിന്നെ ഒരുപാട് ശല്യങ്ങൾ ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനകത്ത് വിശ്വസിച്ചൂടാ എന്ന് ഇല്ല, വിശ്വസിക്കാം എന്നേ നമുക്ക് അനുഭവമുള്ളൂ. അല്ല, അത് എനിക്കും അറിയാം. മൂത്തമ്മയ്ക്ക് അവളിപ്പോഴും സന്ധ്യ കഴിഞ്ഞ അവളവിടെ വരുന്നെങ്കിൽ തലയിൽ കൂടെ തുണിയൊക്കെ ഇട്ട് ഭയങ്കര പേടിയാ വന്നതെന്ന് പറഞ്ഞാൽ ഇവര് വരുമ്പോ അറിയാം. ഇവരെ ടെൻഡൻസി എല്ലാവർക്കും ഒരേ കണക്ക്. നമ്മളിപ്പോ കിടക്കുന്നു, നമ്മൾ നല്ല ഉറക്കം പിടിക്കുന്നു. അപ്പൊ ഇവര് നമ്മളെ അടുത്ത് വന്നു, ഞങ്ങളെ കാല് പിടിച്ച് വലിക്കുന്നു. നമ്മളെ ആ മൈൻഡിൽ ഞങ്ങളെ കട്ടിലിന് താഴെ തള്ളിയിടുക. ഇതാണ് അവരെ രീതി. കാല് പിടിക്കുന്നു, വലിക്കുന്നു, താഴെ ഇടുന്നു. ഇവര് നമ്മളെ അടുത്ത് വരുന്നത് എല്ലാവർക്കും ഒരു അനുഭവമാണ്. കാല് പിടിക്കാൻ എങ്ങനെ അറിയാം? അത് നമുക്കറിയാം. നമ്മള് കാണുമല്ലേടാ, സ്വപ്നം കാണുമല്ലേ, എല്ലാവരുടെയും സ്വപ്നത്തിൽ വരുന്ന സെയിം സംഭവമാണ്. കാലി പിടിച്ച് താപ്പോട്ട് വലിയ. അപ്പൊ നമ്മളൊന്ന് ഞെട്ടി അമ്മ അതുപോലെ എണീറ്റാ. എവിടെ ഞാൻ ഒരു ദിവസം തന്നെ താഴെ വീണ് വീണ്ടും എന്റെ ചീത്തോളി ഞാൻ ചവിട്ടി തള്ളിയിട്ടാണ്. അച്ഛനാ ഒരു വിധത്തിൽ പറഞ്ഞിട്ട് വിശ്വസിക്കൂല. കട്ടിലേന്ന് താഴെ വീണ് ഞാൻ നോക്കിയപ്പോ എന്തിനാ സൗണ്ട് താഴെ കിടക്കുന്നത്. എന്നിട്ട് പറഞ്ഞു എന്നെ ചവിട്ടി തള്ളി കിട്ടാന്ന് ചോദിച്ചോണ്ടല്ല. അത് ഞാൻ ഒന്നും അറിഞ്ഞില്ല, പറഞ്ഞിട്ട് വിശ്വസിക്കത്തില്ല. അതുപോലെ നമ്മളൊരു ദിവസം എപ്പോഴും രണ്ടാമത് JCB എടുക്കാൻ പോയ ടൈമിൽ നമ്മൾ പോയി സമയം നോക്കിയ ടൈമിൽ പറഞ്ഞ് ഇതുപോലെ അവിടെ ഒരു ആൽത്തറയുണ്ട്, നമ്മുടെ കുടുംബ വീട്ടില് ആൽത്തറയുണ്ട്. അപ്പം വൈകുന്നേരം അപ്പൂപ്പനൊക്കെ ഉള്ള സമയത്ത് എന്ന് വിളക്ക് കത്തിക്കും. അപ്പൊ ഇടയ്ക്ക് വെച്ചത് മുടങ്ങിയപ്പോഴത്തേന് ഇതുപോലെ എന്തോ ദോഷം ഉണ്ടെന്നോ എല്ലാരും അവിടെ വരുമെന്നോ ഈ സുമതിന്റെ കാര്യമൊക്കെ പുള്ളി.
അവിടെ ഒരു ഗർഭിണിയായിട്ടുള്ളൊരു സ്ത്രീ ഉണ്ട്, അങ്ങനെ പറഞ്ഞായിരുന്നു. പലരും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് പറഞ്ഞു. ആ സമയത്ത് ഒന്നും പറയാണ്ട് പുള്ളി ഇങ്ങോട്ട് പറഞ്ഞു അവിടെ ഇങ്ങനെ ഒരു ഇതുണ്ട്, ഒരു കുഞ്ഞിന്റെ കാര്യം വരെ കുഞ്ഞ് വലുതായെന്ന് പറയുന്നു. അച്ഛൻ മരിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് അത് ഈ ഇപ്പോഴല്ലേ ഈ അടുത്ത സമയത്ത് ഞങ്ങള് രണ്ടുപേരും അവിടെ ഉള്ളു. അത് മേടിച്ചെന്ന് പറഞ്ഞാൽ അത് നമ്മളെ കുടുംബ വീട്ടിലെ ഈ പറയുന്ന തൊട്ടപ്പുറത്താണ് ഇവരുണ്ടെന്ന് പറയുന്നത്. ഏതാ ആ അവിടെ ഇപ്പോഴും യഥാർത്ഥത്തിൽ സന്ധ്യ മെയിനായിട്ടുള്ള കാര്യം ഈ ഓജാ ബോർഡ് കളിക്കണമെന്ന് പറഞ്ഞതിന്റെ കാര്യം അവിടെ കൊണ്ട് കളിക്കണമെന്ന് പറഞ്ഞത് എന്തെങ്കിലും ഒരു പ്രസൻസ് വരാതിരിക്കത്തില്ല. അവിടെ പേടിയാ. അവിടെ ഞങ്ങള് അച്ഛൻ്റെ ചടങ്ങിനൊക്കെ അവിടെ നിന്ന്, അപ്പോൾ ഞാനും അവള് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ കട്ടിലിൽ കിടക്കുക. ഒത്തിരി നേരമായി. ആദ്യം അടുക്കള വാതകത്തെ കഥയിൽ ഇങ്ങനെ ടങ് ടങ് രണ്ട് കൊട്ട് കേട്ട്. അത് വേറെ ആരെങ്കിലും ആണെങ്കിലോ പറയട്ടെ കേട്ട് ഞങ്ങളങ്ങനെ ഇറങ്ങി പോയി ഇറങ്ങി പോയി നോക്കാമെന്ന് വിചാരിച്ച് അവിടെയൊക്കെ പോയി നോക്കി. അപ്പോൾ അവിടെ ആരുമില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ച് പട്ടി എങ്ങനെ വന്ന് തട്ടിയതായിരിക്കാം. വീണ്ടും കിടന്നു. അപ്പോൾ ഒരു വല്ലാത്തൊരു മണമൊക്കെ അടിക്കുന്നു. എന്തിന്റെ? അതൊരു പ്രത്യേക ഒരു മണമൊക്കെ നമുക്ക് ഫീൽ ചെയ്ത്. അപ്പൊ അത്ര നേരം ഉള്ളൊരു മണമല്ല. രണ്ടുപേർക്കും കിട്ടി. എന്തൊരു മണം? അതൊരു തിരിയുടെ എന്തോ ഒരു മണം കിട്ടി. എപ്പോ നിങ്ങള് റൂമിൽ കിടന്നു? നമ്മൾ ഹാളിൽ കിടക്കുന്നത്. അതായത് അച്ഛന്റെ അസ്ഥി ഒഴുക്കിയതിന് ശേഷമാണ്. എന്താ വെച്ചാൽ നമ്മള് 16 ദിവസം വരെ അവിടെ കിടക്കണം. അത് കഴിഞ്ഞ് അതിന്റെ തലയ്ക്കും ദിവസം ഇതായിരുന്നു, ചടങ്ങിന്റെ തലയ്ക്കും ദിവസം. വീണ്ടും കൊട്ട് കേൾക്കുന്നു. എനിക്ക് ഉറക്കം വന്നില്ല. പിന്നെ ഞാൻ ഉണർന്നു നടക്കുമായിരുന്നു. പക്ഷെ ആദ്യത്തെ കൊട്ട് ഞങ്ങൾ രണ്ടുപേരും കേട്ട്. രണ്ടാമത്തെ കൊട്ട് പിന്നെ ഞാൻ ഉണർന്നു നടക്കുക, ഞാൻ മാത്രമേ കേട്ടോളൂ. ഞാൻ ചേട്ടനെ വിളിച്ച് പിന്നെ കൊട്ടുന്നു. പിന്നെ നമ്മള് വട്ടം ഒന്നും നോക്കാൻ പോയില്ല. അപ്പോഴേ അവിടുന്ന് മൂന്നാമത്തെ കൊട്ടിയപ്പോഴാ പോയത്. ഞങ്ങള് ഇവിടുന്ന് ഒരു തീർപ്പ്. എന്നിട്ട് ഇത്ര പിറ്റേന്ന് എല്ലാ ചടങ്ങ് എല്ലാരും വരുവോ? ചടങ്ങാണ്. അല്ല, നിങ്ങൾക്ക് ഇത്രയും അനുഭവം ഉണ്ടായിട്ടാണ് നിങ്ങള് സുമതികളെ വന്നത് നിങ്ങളോട്? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, എന്റെ ദേഹത്ത് കൂടിയിട്ടില്ല. പിന്നെ എല്ലാരും പറഞ്ഞ് എനിക്ക് ഒരു ഇരുട്ടൊക്കെ കാണുമ്പോ അവിടെ നിൽക്കുമ്പോ പെട്ടെന്ന് ഓർക്കുമ്പോ ഒരു പേടി. തമിഴ്നാട്ടിൽ ഞാൻ മീനെടുക്കാൻ പോയി. രാമേശ്വരത്തായിരുന്നു മീനെടുക്കാൻ പോയി. പാമ്പൻ പാലം അതിൻ്റെ അടിയിൽ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ മീനെടുക്കാൻ പോയി. അപ്പൊ അവിടെ വന്നു ഞാൻ രാത്രി ഫുള്ള് ഉറക്കൊഴിഞ്ഞ വണ്ടി കൊടുക്കും. ഉണക്കമീൻ ഇവിടുന്ന് ഒരു 550 കിലോമീറ്റർ ഉണ്ട് അവിടെ. അപ്പൊ ഇത്രയും കിലോമീറ്റർ ഉറക്കൊഴിഞ്ഞ ഓടിക്കുന്നത്. ഇടയ്ക്ക് നമുക്ക് ഉറക്കം വരുമ്പോൾ കട്ടച്ചായ കുടിക്കും, വീണ്ടും യാത്രയാണ്. പിന്നെ ഒന്നും ചോദിച്ചില്ല. ഉറക്കം അങ്ങ് ചെല്ലാറാകുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഉറക്കം മുഴുത്താ ചെല്ലുന്നത്. ചെന്ന കിടന്ന അപ്പോഴേ ഉറങ്ങാം. വേപ്പ് മരമുണ്ട്, അതിന്റെ ചുവട്ടിൽ വണ്ടി കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ രാവിലെ ഒരു 10-11 മണിയായാലും വെയിലടിക്കും. നല്ല വെയിലവിടെ. വെയിലടിക്കുമ്പം ഇതിന്റെ തണൽ കൊണ്ട് വണ്ടിക്കകത്ത് വെട്ടം ഈ ചൂടെടുക്കും. അപ്പൊ കിടന്ന് ഉറങ്ങാം. ഈ ഉറക്കമുളച്ച് ചെല്ലുന്നത് ഞാൻ അതിന്റെ ചെവിട്ടി ചെന്ന് കിടന്ന ഉറക്കം വരത്തില്ല. ഉറങ്ങാൻ പറ്റത്തില്ല. എത്ര ക്ഷീണമായിട്ട് പോയാലും അവിടെ ചെന്ന് കിടന്നാൽ നമ്മളെ ഉറക്കം പോകും. ഞാൻ 3-4 ട്രിപ്പായപ്പം അവിടെ ഒരു ഏജന്റ് ഉണ്ടായിരുന്നു, മുരുകേശൻ എന്ന പേര്. അവനെ നമുക്ക് ഈ മീനെടുത്ത് പാടെടുത്ത് ഞാൻ അവനോട് പറഞ്ഞ നീ അവിടെ നിന്ന് കിടത്ത വണ്ടി മാറ്റിക്കോ, അതിനകത്തൊരു പെണ്ണ് തൂങ്ങിയതാന്ന് പറഞ്ഞു. ഈ വേക്ക് മരത്തി. അതാണ് നിന്നെ ഉറക്കം സമ്മതിക്കുന്നത്. തൂറ്റം ഞാൻ പിറ്റേലോട് അടുത്ത റോഡ് വന്നപ്പോഴത്തേക്ക് വണ്ടി എടുത്ത് ഈ പാമ്പൻ പാലത്തിന്റെ അടി കൊണ്ടിട്ട് തുടങ്ങി. സുഖമായിട്ട് തുടങ്ങി. ഉറക്കം വന്നില്ല. ഈ പോയിട്ടുള്ള പ്രയത്നത്തിനെല്ലാം വിളിച്ച് കെട്ടിക്കൊണ്ട് വീട്ടിൽ കൊണ്ടുവരുമോ? JCB-കാര് ഇറ്റാച്ചിക്കാര് ഇവരൊക്കെയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂടുതലും ഉണ്ടാവുന്നത്. കാരണം നമ്മളെ എല്ലാ അയ്യാലും കളക്കാൻ ആരെയൊക്കെ വസ്തു എന്തൊക്കെ ഉണ്ടെന്ന്. നിന്റെ അച്ഛൻ എന്നും പാരാത്രിക്ക് വിളിച്ചു നോക്കോ? ഇപ്പഴേ വിളിച്ചു നോക്കില്ല, അത് എന്നും വിളിച്ചു നോക്കോ. പക്ഷെ എനിക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷെ ഈ ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് ഇത് മൊത്തവും സ്വപ്നത്തിൽ വരും. ഇതെല്ലാം പിന്നെ അവസാനം എനിക്കാവന എന്നെ ഉറക്കാൻ സമയത്തില്ല. അയ്യോ ഒരു
ദിവസം ഇതായിരുന്നു, എന്നും വിളിച്ചു പോകുമായിരുന്നു. അതാണ് അച്ഛന്റെ പ്രേത സ്റ്റോറി. ഇതാണ് എന്റെ പ്രേത സ്റ്റോറി. അപ്പൊ അതുകൊണ്ടാണ് സുമതി വളവിൽ വരാനത്. അമ്മയ്ക്ക് എന്തെങ്കിലും ഉണ്ടോ? അപ്പൂപ്പന്റെ എന്തിനാണ്ട് ഒരു കഥ പറഞ്ഞിരുന്നില്ലേ? പറ കേക്കട്ടെ. എനിക്ക് പണ്ട് അമ്മയൊക്കെ പറഞ്ഞു തന്ന് അങ്ങനെയുള്ള പേടിയോ. അപ്പൊ അന്ന് ഈ ക്ലോക്ക് ഒന്നും ഇല്ലല്ലോ, അന്ന് സമയം അറിയത്തില്ല. കോഴി കൂവുന്ന അങ്ങനെയുള്ള ലാവ് വട്ടം, നേരം വെളുത്ത് അങ്ങനെയൊക്കെയാണ് അവര് പോകുന്നത്. കല്ലരച്ച് തീ ഉണ്ടാക്കുന്നത്. അന്ന് അപ്പൂപ്പനൊക്കെ ഒത്തിരി അങ്ങ് പണ്ടത്തെ കാലം. അത് ക്ലോക്കില്ല, ഘടികാരമൊന്നും ഇല്ലത്. ക്ലോക്കില്ല, കോഴി എന്റെ കാലത്തല്ല, എന്റെ അമ്മയുടെ അന്നത്തെ കഥ എന്റെ അടുത്ത് പറഞ്ഞു. അമ്മയുടെ മാമന്റെ എങ്ങാണ്ട് എന്തുവാ കഥ പറ കേക്കാം. പണ്ടൊരു കാലത്ത് കടക്കഥയായിട്ടൊക്കെ പറഞ്ഞാൽ മതി. എന്തിനായിരുന്നു കണ്ടംപൂട്ടായിരുന്നു ജോലി. എന്താ വെച്ചാൽ നമ്മളവിടെ വയല്, നമ്മളവിടുത്തെ വയലിന്റെ ഏല അങ്ങനെ പറയാം, വയല്. അതിന് താഴെ അറ്റം പോലെ മേളിലെ അറ്റം പോലെ ഒരേ കിടന്ന് ഇങ്ങനെ വയലിടക്കെ. പിന്നെ നേരം വെളുത്തെന്ന് പറഞ്ഞുകൊണ്ട് ഈ അപ്പൂപ്പൻ പിന്നെ പോത്തിനെയൊക്കെ അടിച്ചു വിട്ടുകൊണ്ട് വലിയ ഇതായിട്ട് പോയി. അങ്ങോട്ട് ചെന്നപ്പോൾ കാണാം കുറേ മുകളിലോട്ട് ചെന്നപ്പോൾ കുറേ പെണ്ണുങ്ങൾ ഇന്ന് ഭയങ്കര കുളിയും നനയും ചിരിയും പറച്ചിലും ഒക്കെ. ഈ അപ്പൂപ്പൻ അങ്ങോട്ട് പോയപ്പോ പോത്തുകൊണ്ട് കണ്ടം മുട്ടാൻ പോവുക. അപ്പൊ പറഞ്ഞു നേരം വെളുത്ത് പെണ്ണുങ്ങൾ ജോലിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് പിന്നെ കുളിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് ഈ പെണ്ണുങ്ങളെല്ലാം കുളിച്ച് മുടിയെല്ലാം അഴിച്ചിട്ട് ഇങ്ങനെ നടന്നു വരുന്നു. അപ്പോഴപ്പൂപ്പന് മനസ്സിലായി അത് പ്രേതമാണെന്ന്. അങ്ങനെ അപ്പൂപ്പൻ ചെയ്ത് ഈ പോത്തിന്റെ ഇടയിൽ കയറുന്നു, പോത്തിന്റെ അടുത്താണ്. ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ വരുന്നു. പക്ഷെ ഈ അപ്പൂപ്പ അല്ലാതെ പെണ്ണുങ്ങൾ തന്നെ ആണെങ്കിലോ അതൊന്നും എനിക്കറിയത്തില്ല. പെണ്ണുങ്ങളെ കാണുന്ന പേടിയാ. അപ്പൂപ്പന് പേടിയായി. അപ്പൂപ്പ പോത്തിന്റെ അടുത്ത് ഇരുന്ന് പാരാത്രിയും കണ്ട് ആയതുള്ള നേരം ഒന്നും വെളുത്തില്ലായിരുന്നു. അപ്പൂപ്പൻ പോത്തിന്റെ ഇടയിൽ ഇങ്ങനെ ഇരുന്നിട്ട് അവരങ്ങ് പോയതിനു ശേഷം അപ്പൂപ്പൻ പോത്തിനെ അടിച്ചുവിട്ടുകൊണ്ട് വീട്ടിൽ പോയി. വീട്ടിൽ പോയിട്ട് അതോടുകൂടി അപ്പൂപ്പൻ പനി പിടിച്ച് ചത്ത്. അന്തവും കുന്തവും ഇല്ലാത്തൊരു കഥ. ഇനി എന്തെങ്കിലും സ്റ്റോറി? ഇനി എന്റേത്. ഞങ്ങള് കൊച്ചിലെ ഉണ്ടല്ലോ, ഒരു റൂമിലല്ലായിരുന്നു. നമ്മുടെ അപ്പുറത്തെ വീട്ടിലാണെങ്കിൽ 2 മുറിയോ അല്ല 3 മുറിയോ ഉള്ളൂ. 3 മുറിയും മറ്റേത് ഒരു റൂമിൽ നമ്മൾ കിടക്കത്തില്ലല്ലോ. അവിടെ AC ഇവിടെ സാധനവും ഫ്രിഡ്ജും ഒക്കെ വെച്ചിരിക്കുന്ന ഒരു മുറിയാണ്. അപ്പൊ നമ്മൾ 2 റൂമിലായിട്ട് കിടക്കുന്നത്. അച്ഛനും അമ്മയ്ക്കും ഒരു മുറി, എനിക്കും അവനും ഒരു മുറി. രാത്രിയിലൊക്കെ ഓടി ഒന്നിങ്ങനെ അങ്ങനെ പിള്ളേരങ്ങനെ കളിക്കുമല്ലോ, അങ്ങനെയൊക്കെ പേടിപ്പിക്കുന്ന സംഭവങ്ങളുണ്ട്. അല്ല ഞങ്ങൾ ഈ രാത്രിയിലൊക്കെ കിടക്കുമ്പോൾ പേടിപ്പിക്കും. അതായത് ഇവൻ നേരത്തെ വന്നിട്ട് കട്ടിലിൻ്റെ അടി കിടക്കും, എന്നിട്ട് കൊട്ടും. അപ്പൊ ഞാൻ താഴോട്ട് നോക്കുമ്പോഴത്തേന് ഇവ ഇരിക്കും, അങ്ങനെ കളിക്കുമല്ലോ. ഞാൻ കട്ടിലുണ്ടേ കിടക്കുക, കിടന്നിട്ട് അടി നിന്ന് ഇങ്ങനെ തട്ടുന്ന സൗണ്ട്, ടക്ക് ടക്കുന്ന 2 സൗണ്ട് ഞാൻ കേട്ട്. എന്നിട്ട് ഞാൻ കുനിഞ്ഞു നോക്കിയപ്പം ആരുമില്ലായിരുന്നു. സത്യമായിട്ടും അത്. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നിയതാണ്. ഞാൻ ഇറങ്ങി ഓടി. ഇന്നും അങ്ങ് ഇരിക്കുമായിരുന്നു, മുറ്റത്ത് ഇരിക്കുമായിരുന്നു. പക്ഷെ പകലായിരുന്നു മുറ്റത്ത്. പക്ഷെ ഞാൻ ആ സൗണ്ട് കേട്ട് ഞാൻ ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ കിടക്കുവാണെങ്കിലും ഇങ്ങനെ തട്ടി അച്ഛനൊരു വൈബ്രേഷനും വരും, അറിയാനും സൗണ്ടും കേൾക്കാം. അങ്ങനെ ഞാൻ ഇങ്ങനെ എന്തുവാ ഇങ്ങനെ കട്ടിന്റെ അടിയിൽ തലയിട്ട് ഇങ്ങനെ കുനിഞ്ഞു നോക്കിയപ്പോ ഇവ അവിടെ ഇല്ല. ആ റൂമിൽ വേറെ ആരും ഇല്ല, അവനും ഇല്ല. അങ്ങനെ ഒരു പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നിയതാണ് മണ്ടയിൽ ഇനി മറ്റേ ഓട്ടിന്റെ ഉണ്ടല്ല വീണത് എനിക്ക് തോന്നിയതാണ്. അളിയന് കഥയൊന്നും ഇല്ലേ? ഒന്നിനെ കണ്ടു പേടിച്ചിട്ടില്ല. അപ്പം അത്രേ ഉള്ള അച്ഛൻ്റെ ഗോസ്റ്റ് സ്റ്റോറി. വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരും സ്റ്റോറി പറയാൻ പറഞ്ഞെന്ന് പറഞ്ഞപ്പം ഞാൻ ചെയ്യാന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. അപ്പൊ ആ ഒരു രീതിയിൽ മാത്രം കണ്ടാൽ മതി. ഒന്നും ഇല്ലാന്നങ്ങ് വിചാരിച്ചാലും മതി. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ, ടാറ്റ.